പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കനലുകൾ ആളിപ്പടരുമ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് സൈനിക ശക്തിയും ഭരണകൂടത്തിന്റെ അതിജീവന ശേഷിയും തമ്മിലുള്ള തീപാർന്ന പോരാട്ടമാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അത്യാധുനിക മിസൈലുകളും ബങ്കർ ബസ്റ്റർ ബോംബറുകളും ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഗുരുതരമായി പതിക്കുമ്പോഴും ഒരു ഭരണകൂടം എന്ന നിലയിൽ ഇറാൻ കാണിക്കുന്ന കരുത്ത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രണ്ടാഴ്ചയായി തുടരുന്ന വ്യോമാക്രമണങ്ങൾ ഏതൊരു രാജ്യത്തെയും തകർക്കാൻ പാകത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇത്രയേറെ പ്രഹരങ്ങൾ ഏറ്റിട്ടും ഇറാന്റെ നട്ടെല്ല് ഒടിഞ്ഞിട്ടില്ലെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലോകശക്തികളെ അമ്പരപ്പിക്കുകയാണ്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലോകത്തിലെ ഏതൊരു മതാധിഷ്ഠിത ഭരണകൂടത്തിലും പരമോന്നത നേതാവിന്റെ വിയോഗം ഭരണപരമായ ശൂന്യതയിലേക്കും തുടർന്ന് വലിയ ആഭ്യന്തര ലഹളകളിലേക്കും നയിക്കാറുണ്ട്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതിന് വിപരീതമാണ്. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അസംബ്ലി ഓഫ് എക്സ്പേർട്സിനാണ്. യുദ്ധത്തിന്റെ പുകമറക്കിടയിൽ ഈ കൗൺസിൽ അതീവ രഹസ്യമായി ഒത്തുചേരുകയും അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരമൊരു നീക്കം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും ഒരു അടിയന്തര സാഹചര്യം മുന്നിൽ കണ്ട് ഇറാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയ പ്ലാൻ ബി ആയിരുന്നു ഇതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇതിലൂടെ ഭരണകൂടത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനും അണികൾക്കിടയിൽ പരിഭ്രാന്തി ഒഴിവാക്കാനും ഇറാന് സാധിച്ചു. ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കരുത്താർന്ന ഒന്നാണ് IRGC. ആക്രമണങ്ങളിൽ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടപ്പോഴും IRGCയുടെ കീഴ്ഘടകങ്ങൾ തളർന്നില്ല. ഒരു കേന്ദ്രീകൃത നേതൃത്വത്തിന്റെ അഭാവത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇറാന്റെ സൈനിക ഘടന.